ഗാസയിലെ ജനങ്ങളെയെല്ലാം ഇസ്രയേൽ പട്ടിണിക്കിടുകയാണെന്ന ശക്തമായ ആരോപണമുയർത്തി സന്നദ്ധ സംഘടനകൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇവർ കൂടുതലും ആരോപിക്കുന്നത് ഇവിടെ 24 മണിക്കൂറിനുള്ളിൽ പോഷകാഹാര കുറവ് കാരണം ഏകദേശം 10 പേർ മരിച്ചുവെന്നാണ്. ഹമാസ് നടത്തുന്ന ആരോഗ്യ മന്ത്രാലയത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി നോക്കിയാൽ കഴിഞ്ഞ ആഴ്ചകളിൽ പട്ടിണി മൂലം മരിച്ചവരുടെ എണ്ണം 111 വർദ്ധിക്കുകയാണ് ചെയ്തിരുന്നത്. ഇതിൽ കൂടുതലും ഉൾപ്പെടുന്നത് 80 കുട്ടികളാണ്. മാത്രമല്ല, സഹായ കേന്ദ്രങ്ങളിലെ ജനക്കൂട്ടത്തിനിടയിലെ ഭയാനകമായ കാഴ്ചകൾ നിരവധി പ്രാവശ്യം പുറത്തു വരികയും ചെയ്തിരുന്നു. കൂടാതെ ഭക്ഷണത്തിനായി യാചിക്കുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും ദൃശ്യങ്ങൾ യഥാർത്ഥത്തിൽ എല്ലാവരുടെയും ഹൃദയം തകർക്കുന്നതാണ്. ഇവയ്ക്ക് പുറമെ ആശുപത്രികൾക്കുള്ളിലെ ദൃശ്യങ്ങളിലും പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങളുടെയും കുട്ടികളുടെയും ചിത്രങ്ങൾ കാണാൻ കഴിയും. ഐക്യരാഷ്ട്രസഭ കൂടുതലും കണക്കാക്കുന്നത് ഗാസയിലെ ഏകദേശം 1 ലക്ഷത്തോളം സ്ത്രീകളും കുട്ടികളും പോഷകാഹാര കുറവ് അനുഭവിക്കുന്നതായിട്ടാണ്. അതിന് പുറമെ സ്ഥിതിഗതികൾ വഷളാകുന്നതിന് ഇസ്രയേലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് 100-ലധികം അന്താരാഷ്ട്ര സഹായ സംഘടനകളും മനുഷ്യാവകാശ ഗ്രൂപ്പുകളും ചേർന്നുകൊണ്ട് സംയുക്തമായി തയ്യാറാക്കിയ കത്തും നൽകിയിരുന്നു.